സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പോ 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 അയ്യപ്പോ. സ്വാമിയപ്പ നമ്മളെ പാസ് എടുക്കാതെ വന്നത് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് പാസ് എടുക്കാം. നമ്മളവിടെ നിന്ന് പാസ് എടുക്കാൻ പോകുന്നുണ്ട്. അവിടെ കുറച്ച് തിരക്കുണ്ട്. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് പാസ് എടുക്കാതെ വരുന്നുണ്ട്. സംഭവം നമ്മൾ അന്വേഷിച്ചപ്പോൾ സീസൺ സമയത്തല്ലാതെ പാസ് എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പാസ് എടുക്കാതെ വന്നത് കേട്ടോ. നമ്മൾ ആദ്യം പാസ് എടുക്കാനുള്ള പ്ലാനായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പാസ് എടുക്കാതെ വന്നത്. കുഴപ്പമില്ല, പാസ് എടുക്കാൻ ആ കാണുന്ന അവിടെയാണ് പാസ് എടുക്കുന്നത്. അവിടെ നിന്ന് പാസ് എടുക്കാൻ എന്താ പൊന്നം ക്യൂവിലിരിക്കുകയാണ് കേട്ടോ പാസ് എടുക്കാനായിട്ട്. കുഴപ്പമില്ല, നമ്മൾ ഇത്തിരി നേരത്തെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സംഭവം സീസൺ സമയത്തൊക്കെയാണ് ഇങ്ങനെ ആവത്താൻ പറ്റുന്നതെങ്കിൽ നല്ല തിരക്കുണ്ടാവും, പണിയും കിട്ടും. ഇതാണ് സുഹൃത്തുക്കളെ വിർച്വൽ ക്യൂ. ഈ ഫോട്ടോ നമ്മൾ ആധാറിനെക്കാട്ടിയും ഇതിനെക്കാട്ടിയും നല്ലത് നമ്മൾ ആധാറിലെ ഫോട്ടോ ആയിരുന്നു. നമ്മൾ 5 പേർക്കുള്ളതുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ പൊന്നൻ പാസ്. ഇത് ജോലിക്കാർക്കുള്ള ചിറ്റിയല്, പാര, പ്ലെയർ, ഹെൽമെറ്റ്. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ട് എല്ലാവരും മലകയറ്റം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ വന്നിട്ട് നമ്മൾ പമ്പാ ഗണപതി ക്ഷേത്രം കഴിഞ്ഞിട്ട് മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓർമ്മിക്കുക, പാസ് എടുത്തിട്ടേ വരാവൂ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വന്നിട്ട് പാസ് എടുക്കാൻ പറ്റും. പൈസ ഇല്ല അല്ലേ? സീസണിൽ പാടാണ്. സീസണിൽ പാടാണ്. സീസണിൽ അബദ്ധം കാണിക്കരുത്. സീസണിൽ പാസ് എടുത്തിട്ടേ വരാവൂ. അപ്പോൾ സീസൺ ഇല്ലാത്ത സമയത്ത് പാസ് ഇല്ലാതെ വരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. പാസ് വേണം. പാസ് ഉണ്ടെങ്കിലേ കയറ്റിവിടും. ഓക്കെ, ഇതാണ് പന്തളം രാജ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സെൻറ്റർ. കിട്ടും. എടുത്ത് പത്ത് വളം വെച്ച് കഴിഞ്ഞാൽ എത്തും. ശിവാലയവട്ടത്തിന് പോയപ്പോൾ പറഞ്ഞത് ദൂരം ഉണ്ടാ 10 വളം എത്തും. 10 വളം എത്തുന്നതിന് 10 കിലോമീറ്റർ. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ ശരണമപ്പ പമ്പാവാസ.
നല്ല അന്തരീക്ഷമാണ് കേട്ടോ. വെയിൽ കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ചൂടുണ്ട്, ചൂടിന് കുറവൊന്നുമില്ല. തേരി കയറുമല്ലേ, ഫസ്റ്റ് തേരി കയറുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഗ്ലൂക്കോസ് മേടിക്കാൻ പോയിട്ടാ. സ്റ്റെപ്പ് ഒന്നുകൊണ്ട് കൊള്ളാമല്ലേ, സ്റ്റെപ്പ് ഒന്നുകൊണ്ട് കൊള്ളാം. ഇനി വേണ്ട, വേണ്ട വേണ്ട എന്താന്ന് പറഞ്ഞപ്പം ഇല്ല, അത് കീറിയിട്ട് തിരിച്ചു വന്നു. നിന്റെ തന്ന ആ ഇപ്പം മുൻപത്തെ കണക്കല്ല കേട്ടോ. അപ്പം ഒരുവിധം എല്ലാം സ്റ്റെപ്പായി, അത്രയും ക്ഷീണം വരുന്നില്ല. മറ്റേ മുമ്പ് കുത്തനെയുള്ള കോൺക്രീറ്റ് ആയിരുന്ന സമയത്ത് ആ ഫസ്റ്റ് തേരി കയറപ്പോൾ തന്നെ തളരുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, മൊത്തം സ്റ്റെപ്പായി, പുതിയ തറക്കെല്ലാം ഇട്ട്. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അതുപോലെ ഞാൻ ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവസാനം വന്ന സമയത്തൊക്കെ പുല്ലുമേട് വഴിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ അവസ്ഥ എന്തിനാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളിയായി. എന്തിറ്റി ബ്ലൂടൂത്താ എൻ്റെ ഉണ്ടായിരുന്നു വീട്ടിലെ? ആ വീട്ടിൽ പാട്ടിട്ട് കയറി പോയിരുന്നു. റൈജുണ്ടേ. ശരണമപ്പ പമ്പാവാസ ശ്രീമണികണ്ഠ ഭൂലോകനാഥ ഭൂമിപ്രപഞ്ച സ്വാമി ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, ഭഗവാനേ ഭഗവതിയേ ദേവ. ഇതേ കയറണം, പണ്ടത്തെ വഴി വന്നിട്ടുണ്ട്. ഇങ്ങനെ നടന്നായിരുന്നു മൊത്തം. ഈ റോഡായിരുന്നെങ്കിൽ മൊത്തം ഇപ്പം കാലൊക്കെ കുഴങ്ങി സെറ്റായിരുന്നു. പക്ഷെ ഇത് കൊള്ളാം, നല്ലപോലെ കയറി പോവാം. ഇപ്പൊ എത്തല്ലേ? മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയ ചാറ്റലാണ്. വലിയ മഴ പെയ്യുമെന്ന് അറിഞ്ഞൂടാ, എത്രത്തോളം വീഡിയോ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അത് നോക്കാം. ഉണ്ടേറേ 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 ഉണ്ട 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 ഉണ്ടേറിയ ഉണ്ട വഴിപാടുകൾ, ഉണ്ട വഴിപാടുകൾ. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യ, ഉണ്ട വഴിപാട്. ഇഷ്ട വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന അപ്പാച്ചിമേട്ടിൽ അത് നമുക്ക് താഴെ എറിയാനുള്ളത്, എറിയല്ലേ അല്ല തിന്നല്ലേ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. വഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സമർപ്പിച്ചു പോകാം. ആ ഊക്കിനിറക്കി എറിഞ്ഞു, ഊക്കിനെറിഞ്ഞു. ആ പോയി, അത് മതി. അവിടെ എറിയാൻ പറഞ്ഞോ. മഴ നല്ല മഴയാവുന്നേട്ടാ, നീ എറിഞ്ഞ. ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമി
ഹേയ് ഇറങ്ങി. നീ അറിയുന്നില്ല ഉണ്ട പൊന്നപ്പാ ഉണ്ട അറിയുന്നില്ലേ? ഉണ്ടായി സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചിമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. നീ അറിയുന്നില്ലേ? ഉണ്ടറിയുന്നില്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 40 കൊടുത്ത മഴ ഉറക്കുന്ന കേട്ടാ. കയറി വരുന്നു, മഴ പെയ്യുന്നു. ചായ ഒരു കരച്ചിലിന് ശേഷം, നീണ്ടൊരു കരച്ചിലിന് ശേഷം കട്ടൻ എടുത്തേട്ടാ. ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞാടാ. പറഞ്ഞു കടമണോ? കട്ടൻ അടിച്ചിട്ട് നമ്മളിപ്പം ശരംകുത്തി എത്തി. ഇനി ഇവിടെ നിന്ന് മരക്കൂട്ടം കുറച്ചേ ഉള്ളൂ. അപ്പം തേരി ഫുള്ള് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നല്ല മഴയുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു കട്ടൻ അടിച്ചിട്ട് പോകാൻ കരുതി എല്ലാവരും ഒരു കട്ടൻ അടിക്കുകയാണ്. ഓക്കെ. സൂര്യൻ വന്നേ. സൂര്യൻ പറഞ്ഞു ഞാനെങ്ങും പോയിട്ടില്ലടാ, ഞാനിവിടെ തന്നെ ഉണ്ടെന്ന്. വെയിൽ വന്നു സുഹൃത്തുക്കളെ, വെയിൽ വന്നിരിക്കുകയാണ്. വെയിൽ വന്നു. നമ്മൾ ശരംകുത്തി എത്തി കേട്ടോ. ഇവിടെ നമുക്കൊരു കുഞ്ഞു മാളികപ്പുറത്തിന് ശരംകുത്തുണ്ട്. അപ്പോൾ നമുക്ക് ശരംകുത്തി കാണാം. മുരുക ശരം വാങ്ങണം സുഹൃത്തുക്കളെ. കളി കേട്ടോ. അതിനകത്തിൽ എവിടെയും കൊണ്ട് കുത്തിവെച്ചാൽ അയ്യപ്പോ വരത്തിട്ടോ. കറങ്ങി ശരണമയ്യപ്പോ 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 ശരണമയ്യപ്പോ. അത് വഞ്ചിയാ. താഴെ കൂടെ കയറ്റി പതുക്കെ കയറിയുണ്ട്. മറ്റേ സ്പീഡിൽ കയറിയപ്പോൾ തളരും. നമ്മൾ പെട്ടെന്ന് എത്തിയ ഫീൽ വരുന്നില്ല. ഇപ്പം ഇങ്ങനെ കയറിയപ്പോൾ നമ്മൾ തളർന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് എത്തിയല്ലോ തോന്നുന്നു. ക്യൂ നിന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന്. അതാണ് ക്യൂ ഒന്നും നിൽക്കാതെ. ക്യൂ ആയില്ലല്ലോ, ആള് കുറവല്ലേ, അതുകൊണ്ട്. എന്തേരാണ് മാളവിപ്രങ്ങള്? 2 മാളവിപ്രങ്ങള് വഴക്കൂടണം. എന്റെ അകത്ത് കേറിട്ട് നോക്കിയത്
ഒന്നുമില്ല പറഞ്ഞേ. പോടാ, അവളെ പല്ലിന് ഒരു കുഴപ്പമില്ല. അല്ല അല്ല മുട്ടായി കടിച്ചു കുടിച്ചിട്ടുണ്ട്. നീല പറഞ്ഞ എല്ലാ ആട്ടം ഉണ്ട്. അച്ഛനെല്ലാം പൈസ കൊടുത്തായിരുന്നു. ഞാനെത്തി. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഞങ്ങൾ സന്നിധാനത്തിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ എന്ന് വിശ്വസിക്കുന്നു. കുറച്ചോളം തോന്നുന്നു. പോവാം. സിംഹാലം അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല സുഹൃത്തുക്കളെ. അതായത് ഇവിടെ തൊട്ടടുത്തൊക്കെ ഉണ്ട്. ഇതിൽ സൂമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയത്തില്ല. മൊത്തം ഉണ്ടോ അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. ഇരിക്കണം. അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ സന്നിധാനം നടപ്പന്തലെത്തിയിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഭഗവാനെ കാണാം. പമ്പയിൽ കുളിക്കുന്ന മുമ്പ് ഇപ്പം 4 മണിക്ക് ക്ഷേത്രം തുറക്കുകയുള്ളൂ. 4 മണി ആയില്ല, 3:45 ആയതേ ഉള്ളൂ. കുറച്ച് സമയമുള്ളൂ. മിക്കവാറും ആദ്യമേ വന്നവരെല്ലാം ഇപ്പോൾ ക്യൂ ആയി കാണും. നല്ല ക്യൂ ഒന്നും കാണില്ല. എന്തായാലും അമ്പലം തുറക്കപ്പം അത് പെട്ടെന്ന് കയറി പോകുമല്ലോ, അതിനുള്ള ക്യൂ കാണത്തുള്ളൂ. നടപ്പന്തലിൽ ഇറങ്ങി വലിയ ക്യൂ ഒന്നുമില്ല. സംഭവം മിക്കവാറും 18ാം പടിയിൽ അവിടെ ആയിരിക്കും ചിലപ്പോൾ ക്യൂ വരുന്നത്. അറിയത്തില്ല. ഇപ്പം അമ്പലം തുറക്കാറായല്ലോ, നോക്കാം. కూర్చోండి. ഈ തേങ്ങ കൊണ്ടതേ ഇല്ല തേങ്ങ. തുറന്നില്ല കേട്ടോ ക്ഷേത്രം. ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാർ. തുറന്നില്ല, ക്ഷേത്രം തുറന്നില്ല. എന്തായാലും മുമ്പോട്ട് പോയി നിൽക്കാം. നമ്മള് മാളികപ്പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. മാളികപ്പുറത്ത് ഇതാ. നേരെ മാളികപ്പുറത്തോട്ട് പോവുകയാണ്. എടാ നോക്കി നിന്നിട്ട് ഒരള്ളക്കോ ഒരു പിടിക്കോ അതുകൊണ്ട് അത് താഴെ മറ്റേ മെയിൻ പള്ളി അങ്ങ് ഇവിടെയാണ്, എരുമേലിയിലാണ്. ഇവിടെ ചെറിയൊരു സംഭവമേ ഉള്ളൂ. റെക്കോർഡ് ചെയ്തിട്ടില്ല. ആയിട്ടില്ല.
റെക്കോർഡ് ആവണം. ടച്ച് ചെയ്താലേ ഇന്ന് ഞെക്കിയാൽ റെക്കോർഡ് ആകത്തുള്ളൂ. അതൊക്കെ അവിടത്തെ കാണിച്ചോ. ഇതിൻ്റെ ഓപ്പറേറ്റ് എനിക്ക് അറിയത്തില്ല. ആള് വരുന്നില്ല. ആള് വരും. എന്തോ അൺലോക്ക് ആക്കിയോ ബ്രോ? പിന്നെ ഒരു പണി കിട്ടിയെന്നല്ല, ഒരുവിധം എല്ലാവരും ഇത് മനസ്സിലാക്കുക. നമ്മുടെ സന്നിധാനത്ത് മാളികപ്പുറത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആ സൈഡിലൊന്നും നമുക്ക് വീഡിയോ അലൗഡല്ല. സംഭവം അവിടെ ബോർഡുണ്ടായിരുന്നു. സന്നിധാനത്ത് മേളിൽ ബോർഡുണ്ടായിരുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട് സന്നിധാനത്ത്. അപ്പം മേളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു, പോക്കറ്റിൽ വെച്ചിരുന്നു. അവിടെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ മാളികപ്പുറത്ത് വന്നപ്പോൾ അങ്ങനെ ഒരു ബോർഡ് ഞാൻ കണ്ടില്ല. സംഭവം ഉണ്ടായിരുന്നു, അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് ഇത്തിരി കുറച്ച് മങ്ങിയിട്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കണ്ടില്ല. അവിടെ വെച്ച് ഞാൻ ഇതേപോലെ വീഡിയോ എടുത്തപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് സാധനം മേടിച്ച് എൻ്റെ നിന്ന് ഗോപ്രോ മേടിച്ചിട്ട് ഇതാണ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, ഇതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോഴേ എനിക്ക് സാധനം തിരിച്ചു തന്നു. അപ്പം പ്രത്യേകം ശ്രദ്ധയ്ക്ക് സന്നിധാനത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വീഡിയോ എടുക്കരുത് കേട്ടോ. അപ്പം ആഴി എത്തി കേട്ടോ. നമ്മൾ ആഴിയിലേക്ക് തേങ്ങ എറിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അരവണയൊക്കെ മേടിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മല ഇറങ്ങാനുള്ള ടൈമുണ്ട്. മല ഇറങ്ങിയാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കുറച്ച് ക്ഷേത്രങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്തായാലും രാത്രിയാവും. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും ദർശനം കിട്ടത്തില്ല, ക്ഷേത്രം അടയ്ക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം ഒന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തങ്ങുക. ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോവുക. അതേ ഉള്ളൂ വഴി. എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ട് നോക്കട്ടെ. അപ്പോൾ നമ്മൾ പമ്പയിൽ തിരിച്ചെത്തി കേട്ടോ. പമ്പയിൽ തിരിച്ചെത്തി പൊരിയ സാധനങ്ങളൊക്കെ മേടിച്ച് പൊന്നൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് കേട്ടോ. നമ്മൾ ഇന്നിവിടെ തങ്ങുന്നില്ല, നേരെ വീട്ടിലോട്ട് പോകണം. നമ്മൾ വേറെ ക്ഷേത്രങ്ങളിലൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ നാളത്തെ ഒരു ദിവസം ഫുള്ള് പോകും. അതുകൊണ്ട് ഇപ്പോൾ സമയം എത്ര മണിയായി? 7:30. ഇപ്പോൾ സമയം 7:30 ആയതേ ഉള്ളൂ. എങ്ങനെയായാലും നമ്മളൊരു 11-11:30 ആകുമ്പം അങ്ങ് എത്താൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് തന്നെ തിരിക്കാൻ നല്ല മഴയുണ്ട്. ആ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നില്ല, പോവുകയാണ്.